ഹായ്, പെരുന്നാൾ റിലീസിൽ ഫഹദ് ഫാസിൽ 2 ചിത്രങ്ങളുണ്ട്. അതിലൊന്ന് ഇന്ന് റിലീസായിരിക്കുകയാണ്. മൺസൂൺ മീഡിയയുടെ സിനിമാ റിവ്യൂകൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമിത പ്രമോദ്, ഫഹദ് ഫാസിൽ എന്നിവരെ നായികമാരാക്കി റാഫി സംവിധാനം ചെയ്ത പുതിയ ചിത്രമാണ് റോൾ മോഡൽസ്. സിനിമയുടെ റിവ്യൂലേക്ക് കടക്കുന്നതിന് മുമ്പേ കൃത്യമായ പ്രൊമോഷൻ പോലും കൊടുക്കാത്ത സിനിമയായി ഈ പടത്തെ പറ്റി തോന്നി. നല്ലൊരു പോസ്റ്റർ പോലും ഉള്ളതായി തോന്നിയില്ല. ഫഹദാണ് നായക കഥാപാത്രമായ ഗൗതമാവുന്നത്. എന്നാൽ ഇത് ഗൗതമിൻ്റെ മാത്രം കഥയല്ല, ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ കഥയാണ്. ആ കൂട്ടുകാരുടെ കോളേജിലെ ബാൻഡിൻ്റെ പേരുകൂടെയാണ് റോൾ മോഡൽസ്. വിനായകൻ, വിനയ് ഫോർട്ട്, ഷറഫുദ്ദീൻ എന്നിവർ ഗൗതമിൻ്റെ സുഹൃത്തുക്കളായപ്പോൾ അച്ഛനായി രഞ്ജി പണിക്കർ, ഡോക്ടർ വേഷത്തിൽ റാഫി, നായികമാരായി നമിത പ്രമോദ്, ശൃന്ദ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി. സ്ട്രീറ്റ് ലൈറ്റ് എന്ന മമ്മൂട്ടി ചിത്രത്തിന് സംവിധായകൻ കൂടെയായ ശ്യാംദത്ത് സൈനുദ്ദീൻ ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രത്തിന്റെ സംഗീതം ഗോപി സുന്ദർ, എഡിറ്റിംഗ് വി സാജൻ എന്നിവരാണ് കൈകാര്യം ചെയ്തത്. തന്റെ മകന്റെ ഒരു അൺയൂഷ്വൽ ബിഹേവിയർ കാരണം ഒന്നും ചെയ്യാൻ പറ്റാതെ മകനെ നന്നാക്കിയെടുക്കാൻ പഴയ സുഹൃത്തുക്കളെ തേടിപ്പിടിച്ച് അവരോട് സഹായം അഭ്യർത്ഥിക്കുന്നിടത്താണ് ഈ സിനിമ ആരംഭിക്കുന്നത്. കോളേജിൽ ഒരുമിച്ച് പഠിച്ച് എല്ലാം ഉഴപ്പുമായി നടക്കുകയും അതേസമയം നന്നായി പഠിക്കുകയും ചെയ്യുന്ന അവർ ഇന്ന് പലയിടങ്ങളിലാണ്. തന്റെ സുഹൃത്തിനു വേണ്ടി അവർ വീണ്ടും ഒത്തുചേരുന്നു. ആദ്യ പകുതിയിൽ കുറേയൊക്കെ ഈ സുഹൃത്തുക്കളുടെ കോളേജ് ജീവിതവും അവിടെ സംഭവിച്ച അവിചാരിതമായ സംഭവങ്ങളുമൊക്കെ കാണിക്കുന്നു. രണ്ടാം പകുതി അവരുടെ ഇപ്പോഴത്തെ പ്രശ്നത്തിലുള്ള പരിഹാരം കണ്ടെത്തലാണ്. 4 സുഹൃത്തുക്കളെയും നല്ല കെമിസ്ട്രിയോടെ തന്നെയാണ് സ്ക്രീനിലും അവതരിപ്പിച്ചത്. സിറ്റുവേഷണൽ കോമഡിയും അതിനിടയിൽ ചളിയും ദ്വയാർത്ഥ പ്രയങ്ങളും ആവശ്യത്തിന് വരുന്നുണ്ട്. എങ്കിലും നല്ല എനർജറ്റിക് പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. ഗാനങ്ങൾ ശരാശരിയിലും മുകളിൽ നിന്നപ്പോൾ സിനിമയുടെ ഏറ്റവും നല്ല വശങ്ങളിലൊന്ന് ശ്യാംദത്തിൻ്റെ ക്യാമറ കാഴ്ചകൾ തന്നെയാണ്. ഗോവയുടെ ഭംഗിയും അഡ്വഞ്ചർ സ്പോർട്സ് സീക്വൻസും ഒക്കെ നല്ല രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ഫഹദിന് വെല്ലുവിളി ഉയർന്ന കഥാപാത്രമല്ലെങ്കിലും നന്നായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന അവാർഡിന് ശേഷം വരുന്ന വിനായകന്റെ പ്രകടനത്തിൽ എടുത്തു പറയാനൊന്നുമില്ലെങ്കിലും കോമഡിയൊക്കെ പഴയ പോലെ നന്നായിട്ടുണ്ട്. സിനിമ പഴയ കാലം കാണിക്കുമ്പോഴും ഇന്നത്തെ കഥ പറയുന്ന സമയത്തും സാമൂഹികമായ ചില കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ടെങ്കിലും അതൊക്കെ അവിടെ വിട്, പ്രധാന കഥ ഇതാണ്, ഇതിലൂടെ പോയാൽ മതി എന്ന് പറഞ്ഞ് സമൂഹത്തിൽ നടക്കുന്ന പോലെയാണ് സിനിമയിലും. സ്ഥിരം വാണിജ്യ സിനിമകളുടെ കഥയുടെയും സന്ദർഭങ്ങളുടെയും അപ്പുറത്തേക്ക് സിനിമ എങ്ങും പോകുന്നില്ല. കഥാപാത്രത്തെ വെച്ച് നോക്കുമ്പോൾ രഞ്ജി പണിക്കറിന്റെ മാനസിക വ്യതകളുടെ ആഴവും ക്ലിയർ ആയില്ല. സുരാജിന്റെ കഥാപാത്രം എന്തിനായിരുന്നു സിനിമയിൽ നിന്നും തോന്നിപ്പോയി. പല കഥാപാത്രങ്ങളും കൺവിൻസിംഗ് ആയില്ല എന്നതും ആസ്വാദനത്തെ ബാധിക്കുന്നുണ്ട്. ചിരിക്കാനുള്ള വക പലപ്പോഴും ഉണ്ടെങ്കിലും ഏശാതെ പോയ കോമഡികളും ഏറെയുണ്ട്. ആദ്യ പകുതി ഗൗതമിൻ്റെ കഥാപാത്രത്തിന്റെ നിഗൂഢത പ്രേക്ഷകന് ഗുണമായെങ്കിലും പിന്നീട് രസച്ചരട് പൊട്ടിയ പാരിച്ചൂട്ടാണ് പടം. പക്ഷേ അതേ പാരിച്ചൂട്ട് ക്ലൈമാക്സിൽ എത്തുമ്പോഴേക്കും ഒരു നല്ല ഘടകം സിനിമയിൽ സംവിധായകൻ കരുതിയിട്ടുണ്ട്. ആ ഭാഗം എന്തായാലും മലയാളി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും എന്നതിൽ തർക്കമില്ല. വാണിജ്യ സിനിമകളുടെ സ്ഥിരം ഫോർമാറ്റ് പിന്തുടരുകയും അതേ രീതിയിൽ അവസാനിപ്പിക്കുകയും ചെയ്യുന്ന സിനിമ. നല്ല കോമ്പിനേഷനുകളും പ്രകടനമൊക്കെ ഉണ്ടെങ്കിലും പൂർണ്ണമായും പ്രേക്ഷകനെ പിടിച്ചിരുത്താൻ പറ്റിയ നിലയിലേക്ക് വളരാത്ത കഥയും തിരക്കഥയും. എന്നാലും നല്ല കാഴ്ചകൾ കൊണ്ട് കളർഫുള്ളാണ് സ്ക്രീൻ മൊത്തം എന്നുകൂടെ പറയുന്നു. ഈ സിനിമയ്ക്ക് ഞാൻ നൽകുന്ന റേറ്റിംഗ് 6 out of 10. പുതിയ ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം.